ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള ഒരു ചെറിയൊരു ട്രഷർ ഹണ്ടാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പം ഞാനിതാ ആദ്യത്തെ ഒരു കോഡുമായിട്ട് പോവാണ്. എന്താടാ റീഡ് ഇറ്റ്. കയ്യിലെന്താ കഴുകാൻ വന്ന ഒച്ചത്തിൽ വായിക്കോ. Here is your first gift. Please check inside Yappu's tent. Yes, please go. Okay. അയത്ത് രണ്ടെണ്ണം ഉണ്ട്. എന്താണ് എടുക്ക്, ഇത് സെക്കൻഡ് ആണ്. അതെടുക്ക്. There goes your second gift. Check inside your cupboard. അത് ഇത് എടുത്തിട്ട് വായിക്കേണ്ടതായിരുന്നു. തിരിഞ്ഞു പോയി, സാരില്ല. തുറന്നോ. ഇത് നിന്റെ ഫസ്റ്റ് ഗിഫ്റ്റ്. ഇതാണ് ഫസ്റ്റ് ഗിഫ്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു. ഇത് യാപ്പുൻ്റെയാണ് ഗിഫ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ. ഐ ലവ് യു പപ്പ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ, ഐ ലവ് യു പപ്പ. ഓക്കെ, സോ അതിന്റെ ബാക്കിൽ തന്നെ വായിക്കാം. There goes your second gift. Check inside your cupboard. ഓക്കെ, കുറച്ചും കൂടെ നല്ലൊരു ട്രഷർ ഹണ്ടായിരുന്നു എൻ്റെ ഒരു മനസ്സിലുള്ള. അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കത് അറേഞ്ച് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. ഇന്നലെ രാത്രി 1 മണിക്കോ 2 മണിക്കാറ്റാണ് ആടുജീവിതമൊക്കെ കണ്ടിട്ട് വീട്ടിൽ തിരിച്ചെത്തിയത്. പിന്നെ സമയം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടി എഴുതി ഒട്ടിച്ചതാ. അതിൽ കുറച്ച് ഗ്രാമർ മിസ്റ്റേക്സും ഒട്ടിച്ച സ്ഥലമൊക്കെ മാറിപ്പോയിട്ട് ഫുൾ കൊളായിരുന്നു. എനിവേസ് അതങ്ങനെ അങ്ങ് നടക്കുകയാണ്. എടുക്ക്, അത് ലാസ്റ്റ് വായിക്കേണ്ടതാ. കവർ എടുക്ക്. ഓക്കെ, സോ അതിലൊന്നും ഇല്ല അല്ലേ? അപ്പൊ അതെടുത്താ അതിലെന്താ എഴുതിയിരിക്കുന്നത്? Here is your final surprise. Check inside Ignis. Okay. Okay. എന്നാ ഞാൻ പോയി. ക്ലൂ ഉണ്ടോ? ക്ലൂ ചിക്കുമാമ ക്ലൂ അറിയോ? പരത് ഇരുന്ന് പരത്. എന്നാലും എന്നാ വായിക്ക്. I will take you for a ride. Come, let's go. Okay. ഓക്കെ, സോ അതുമല്ല ഗിഫ്റ്റ്. അതല്ല. ഓക്കെ, ഓക്കെ, ഐ വിൽ ടേക്ക് യു ഫോർ എ റൈഡ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ റൈഡിന് ചെറിയ മാറ്റമുണ്ട്. റൈഡിന് കാറിലൊരു വ്യത്യാസമുണ്ട്. വേറെ കാറിലാണ് പോകുന്നത്. ഓക്കെ, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഗിഫ്റ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ നമുക്ക് മുൻപേ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. അപ്പം അത് ചില സർക്കംസ്റ്റൻസ് കൊണ്ട് നമുക്കിത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒരു 8 to 10 months മുന്നേ ആണ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് പോകുന്ന വരെ അത്രയും ഒരു ഇമോഷണൽ ബോണ്ട് അതിനോട് ഉണ്ടായിരുന്നില്ല. എന്നെക്കാട്ട് കൂടുതൽ ശ്രീശാന്തിന് അങ്ങനെ ഒരു ബോണ്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത് കയ്യിൽ നിന്ന് പോയപ്പോഴത്തേക്കും ഭയങ്കര വിഷമമാവാൻ തുടങ്ങി. ഭയങ്കര ഒരു വല്ലാത്തൊരു ഇമോഷനിലൂടെ ആൾ കടന്നു പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഈ സെയിം ബ്രാൻഡിൻ്റെ സെയിം മോഡൽ തന്നെ ചൂസ് ചെയ്തിട്ട് കൊടുത്തത്. അപ്പോൾ എന്തായാലും നല്ല സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാനൊരു ചീസ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അത് രാത്രി എല്ലാവരും ടയർഡായിരുന്നതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്യാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ തന്നെ പറഞ്ഞു കട്ട് ചെയ്യണ്ട, നമുക്ക് നാളെ എടുക്കാം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് അതും കൂടി ഇന്നെടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ രാത്രി ഫാമിലി ആയിട്ട് ഡിന്നറിന് പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ ഫാമിലിയും അവൻ്റെ ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു. സോ എൻ്റെ സിസ്റ്ററും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. സോ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഭയങ്കര ബഹളമായി. കുട്ടികളെ ബർത്ത്ഡേ ആയിരുന്നു കുറച്ച് ദിവസം മുന്നേ. അപ്പോൾ അതുകൊണ്ട് ഇവനും കൂടെ കട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു സ്പേസ് കൊടുത്ത്. അപ്പോഴത്തേക്കും യാപ്പ് ഭയങ്കര ബഹളമായി. അവൾക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അവൾ തന്നെ കട്ട് ചെയ്ത് അവൾ എല്ലാവർക്കും കേക്ക് കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ അവളുടെ ബർത്ത്ഡേ പോലെ ആയിട്ടുണ്ട്. അവളാണ് എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പം ഇതാണ് ഒരു കുട്ടി ബർത്ത്ഡേ വ്ളോഗ്. ഞാൻ വ്ളോഗായിട്ടൊന്നും ചെയ്തില്ല. ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഫുഡൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ അതൊന്നും പറ്റില്ല. ചെറുതായിട്ട് പ്രോൺസ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതൊന്നും ടൈം കിട്ടില്ല. ഈ ബൈക്ക് ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഉണ്ടാക്കി അങ്ങ് കഴിക്കുമായിരുന്നു. വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അങ്ങനെ അങ്ങ് കഴിച്ച് പോയത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എനിവേസ് നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു. ആളെന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്. അപ്പം അടുത്ത ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ.